تعمان الدنيا وأنت بصير وتجهل ما فيها وأنت خبير. ഓ മനുഷ്യ, ദുനിയാവിനെ പറ്റി നീ അന്ധമായി നടക്കുന്നുണ്ടോ? നല്ല കാഴ്ച തന്നിട്ട് ദുനിയാവിൽ നീ മുതലാക്കാതെ അന്ധനായി ജീവിക്കുകയാണോ? ദുനിയാവിനെ പറ്റി നിനക്ക് വിവരമില്ലേ? വിവരസ്ഥനായിട്ട് നീ എങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എന്നെന്നും ജീവിക്കുന്നവനെ പോലെ നല്ല കെട്ടിടം നീ ഉണ്ടാക്കി വെക്കുന്നു, നാളെ തന്നെ നീ യാത്രയാകുന്നു. സത്യത്തിൽ നിന്റെ നിലപാട് കണ്ടാൽ, നിന്റെ സുഖ സൗകര്യങ്ങൾ കണ്ടാൽ നീ എന്നെന്നും താമസിക്കാനുള്ള ആളെ പോലെയാ തോന്നുന്നത്. പക്ഷേ നീ നാളെ യാത്ര പോകുന്നു. ദുനിയാവിൽ നല്ല പ്രൗഢിയുള്ള അലങ്കാരങ്ങളുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു. കൊട്ടാരം ഒന്ന് പോരാത്തതിന് മറ്റൊന്ന് നിർമ്മിക്കുന്നു. ഒന്ന് വിശ്രമിക്കാൻ, മറ്റൊന്ന് സന്തോഷിക്കാൻ, മറ്റൊന്ന് ചർച്ച ചെയ്യാൻ. ഇങ്ങനെയുള്ള പ്രൗഢിയുള്ള ഒരുപാട് കൊട്ടാരങ്ങളില്ലേ? കൂടുതൽ കാലം താമസിക്കാനുള്ളത് ഭൂമിയിലെ ചെറിയൊരു ഭവനമാണ്. അതിന്റെ പേരാണ് ഖബർ. ഖബറുകളിലുള്ള ചെറിയൊരു വീടാണ് നിങ്ങൾക്കുള്ള അഭയം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിർമ്മിക്കാനുള്ളത് നിർമ്മിച്ചോളൂ രാജാവേ. എന്ത് നിർമ്മിച്ചാലും മരിക്കുന്നവരുടെ വീട് ഖബറുകളാണ്. ആ ഖബറിലേക്കുള്ള സമ്പാദ്യം ദുനിയാവിൽ വെച്ച് വേണം. ഖബർ കഴിഞ്ഞു പോകുന്നൊരു ലോകത്തേക്കും സമ്പാദ്യം വേണം. ഇതങ്ങ് കേട്ടപ്പോ സ്വന്തം ബാപ്പമാരുടെ കുടീരങ്ങളുടെ മുകളിൽ ഒരു ഫലകത്തിൽ എഴുതി വെച്ച 4 വരികൾ മന്ത്രി അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ രാജാവിന്റെ മനസ്സ് മാറി. തൗബ ചെയ്ത് നന്നായി ഇസ്ലാം സ്വീകരിച്ചു. ആ രാജാവിന്റെ രക്ഷയ്ക്ക് കാരണമായത് കൂടെ നടന്ന സ്വാലിഹായ മനുഷ്യനാ.